'cause I'm falling slowly in love with you. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ 2025 ആയില്ലേ, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ജാൻ 1 ആണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ. നമ്മുടെ 2024 ഒരുപാട് പേർക്ക് മോശം ഇയർ ആണെന്നുള്ളത് എനിക്കറിയാം. എനിക്കും കുറേയൊക്കെ മോശം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നും ആവാണ്ട് നമ്മുടെ വിഷസും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ഇയർ ആവട്ടെ കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ എൻ്റെ ഒരു യങ്ങർ സെൽഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലെറ്റർ ടു മൈ യങ്ങർ സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു ഏജിലുള്ള ടീനേജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള പിള്ളേർ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാട്ടോ എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഭാവിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ വലുതായിട്ട് നമ്മൾ തിരിച്ച് ആലോചിക്കുമ്പോൾ കുറേ ഒന്നും റിഗ്രറ്റ് ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒട്ടും വായിക്കാതെ തന്നെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കൂടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ട് അത് ആലോചിച്ചിട്ട്, ഇപ്പം അവനത് ഉള്ളതുകൊണ്ടാണ് അവനത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇവൾക്ക് ഇത് ഉള്ളതുകൊണ്ടാണ് ഇവൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, എനിക്കതില്ലാത്തതുകൊണ്ട് അത് കിട്ടിയില്ല, അങ്ങനെ ആലോചിക്കാണ്ട് എനിക്ക് പകരം ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും പേര്. സൊസൈറ്റിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ എന്ത് വിചാരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഒരു കാര്യം, ഇത് എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ ചെറിയ ചെറിയ പേടികൾ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്ന ആലോചിച്ചിട്ടാവാം, അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാവോ എന്ന് ആലോചിച്ചിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേടി വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കരുത്. ആ പേടിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. നമുക്കറിയാം ഈ പേടിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ടീനേജ് പ്രായത്തിൽ നമ്മൾ ഒരു ചൈൽഡ്ഹുഡൊക്കെ മാറി ഒരു ട്രാൻസിഷൻ ഏജ് ഉണ്ടല്ലോ, ഒരു 13-14 വയസ്സ് എന്നൊക്കെ പറയണത്. ആ ഒരു ഏജിൽ നമ്മൾ നമ്മുടെ അപ്പിയറൻസിന്, നമ്മുടെ ഹെയറിന്, നമ്മുടെ കളർ, സ്കിൻ കളർ, നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻ, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏജാണ്. നമ്മൾ സോക്കോൾഡ് സൊസൈറ്റി പറയണ ആ ബ്യൂട്ടി പെർഫെക്റ്റ് സാധനങ്ങളുണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു ഏജാണ് ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും ഗൈസ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ലൈക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അപ്പിയറൻസിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർഡ് ആയിരുന്നു. കാരണം അപ്പോൾ നമ്മുടെ അപ്പിയറൻസിലും നമ്മുടെ ഇംപെർഫെക്ഷൻസിലും ഒന്നും നമ്മൾ ഒരിക്കലും സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരുപാട് പേടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധനം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ലൈക്ക് പിന്നെ എൻ്റെ മൈൻഡിൽ തോട്ടൊക്കെ മാറി തുടങ്ങി, പഠിക്കുകയേ വേണ്ട എനിക്ക്, അങ്ങനൊരു സാധനമായി ഈ ടെൻഷൻ കാരണം കേട്ടോ. എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു സാധനം കയറിയിട്ടാണ് ഞാനത് ഫുൾ ബ്രേക്ക് ചെയ്ത് കല്യാണം എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. പക്ഷെ അതും എൻ്റെ ലൈഫിൽ ഫെയിലർ ആയിരുന്നു. ഞാൻ കഴിച്ചത് മുമ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് എനിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബോൾഡ് ആവാൻ, കാര്യം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ എന്നെ ഈ ലൈഫ് എക്സ്പീരിയൻസസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കാറില്ല. വരാനുള്ളത് എന്തായാലും വരും, അതങ്ങനെ ഞാൻ വിടാണ്. അപ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സങ്കടപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക. ഇപ്പോൾ നേരത്തെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. എനിക്കൊക്കെ ഉള്ള ഒരുപാട് കാലമായിട്ട്
ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സാധനം. പാസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. പാസ്റ്റിൽ നടന്നിട്ടുള്ള മിസ്റ്റേക്സ് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മുന്നേ നടന്നു പോയിട്ടുള്ള ഇൻസിഡൻസ് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ എൻ്റെ ടൈം കളയും. പക്ഷേ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ടൈം തിരിച്ചെടുക്കാൻ കഴിയില്ല. ആ ഇൻസിഡൻറ്റ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ ആയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പാസ്റ്റ് ആലോചിച്ചിട്ട് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസൻറ്റിൽ അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ഏറ്റവും മാക്സിമം എൻജോയ് ചെയ്തിട്ട്, അതിപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈവായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ കേട്ടോ. ഐ ലവ് യു.